നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. ക്ലാസ് 9th ചാപ്റ്റർ 1ലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. എക്സസൈസ് 1.2 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ വായിക്കാം. ഓൺ എ ഗ്രാഫ് ഷീറ്റ് മാർക്ക് ദ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് ആൻഡ് ദ ഒറിജിൻ ഓ. മാർക്ക് പോയിന്റ്സ് ഫ്രം കോർഡിനേറ്റ് -7,0 to 13,0 on the x-axis and from 0, -15 to 0,12 on the y-axis. Use the scale 1 centimeter equal to 1 unit. Using the figure 1.5, answer the given question. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. റയാൻസ് റൂം എന്നാണ് ഇതിൽ. റയാൻസ് റൂം ആണ്. സോ ആ റൂമും അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഒരു 4 ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് സോൾവ് ചെയ്യാനുണ്ട്. ദെൻ ഇവിടെ അതിന് മുന്നേ നമ്മൾക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഒരു ഗ്രാഫ് ഷീറ്റ് എടുക്കുക. അതായത് ഇതുപോലെ ഒരു ഗ്രാഫ് ഷീറ്റ് എടുക്കുക. ഗ്രാഫ് ഷീറ്റ് അറിയാം, നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ട്, ഇതിന് മുന്നേ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഗ്രാഫ് ഷീറ്റ് എന്താണെന്ന് അറിയാം, ഗ്രാഫ് പേപ്പർ അറിയാം. അത് കുറച്ചും കൂടെ വലുതാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമ്മൾക്കതിൽ രേഖപ്പെടുത്താൻ പറ്റും. സോ ഒരു ഗ്രാഫ് ഷീറ്റിൽ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് അടയാളപ്പെടുത്തുക. ഇത് ഹൊറിസോണ്ടൽ ലൈനാണ് എക്സ് ആക്സിസ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഇത് എക്സ് ആക്സിസ് ആൻഡ് വെർട്ടിക്കൽ ലൈൻ വൈ ആക്സിസ്. രണ്ട് ഹൊറിസോണ്ടൽ ലൈനും ഈ 2 ലൈൻ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന അതിൻ്റെ ആ ഒരു സെന്ററാണ് ഓ ആയിട്ട് എടുക്കുന്നത്. ദാറ്റ് ഈസ് ഒറിജിൻ 0, 0. അതിൻ്റെ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് 0, 0 ആണ്. എക്സ് ആക്സിസ് എക്സ് കോർഡിനേറ്റ് 0 ആൻഡ് വൈ കോർഡിനേറ്റ് ഓൾസോ 0 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ഇവിടെ പറയുന്നത് mark the points from -7,0 to 13,0 on the x-axis. x-axis മാർക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. കോർഡിനേറ്റ്സ് ഇവിടെ മുതൽ -7,0 ഏതാണ്? എക്സ് ആക്സിസ് ആണ്. ഈ കാണുന്നതാണ് എക്സ് ആക്സിസ്, ഹൊറിസോണ്ടൽ ലൈൻ. അപ്പൊ എന്തായിരിക്കും കോർഡിനേറ്റ്സ് പറയുന്നത്? -7,0 ആണ് പറയുന്നത്. -7,0 ആണ് കോർഡിനേറ്റ്സ് പറയുന്നത്. കോർഡിനേറ്റ്സ് അറിയാം. ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് ആണ് വരിക, ദെൻ വൈ കോർഡിനേറ്റ് ആണ്. ഇവിടെ എക്സ് കോർഡിനേറ്റ് ഏതാണ് വരുന്നത്? -7 ആണ് എക്സ് കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് -7. എക്സ് ആക്സിസിൽ നോക്കുക, എവിടെയാണ് -7? ഇവിടെയാണ് -7 വരുന്നത്. ദെൻ അതിന്റെ വൈ കോർഡിനേറ്റ് എന്താണ് ഇവിടെ വരുന്നത്? 0 ആണ്. വൈ കോർഡിനേറ്റ് 0. അപ്പോൾ വൈ ആക്സിസിലേക്ക് നോക്കുക. വൈ ആക്സിസിലേക്ക് നോക്കുമ്പോൾ 0 കിട്ടുന്നത് എവിടെയാണ്? ഒറിജിൻ തന്നെയാണ്. അപ്പോൾ വൈ ആക്സിസിൽ വൈ കോർഡിനേറ്റ് 0, ആ ഒറിജിൻ തന്നെയാണ്. അത് എവിടെയാണ് വരുന്നത്? എക്സ് ആക്സിസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് കോർഡിനേറ്റ്സ് വരുന്നത് എക്സ് ആക്സിസിലാണ്. -7,0 ഇവിടെയാണ് വരുന്നത്. -7,0. ദെൻ എവിടെ -7,0 ഈ കോർഡിനേറ്റിൽ നിന്നും എവിടേക്ക് അടയാളപ്പെടുത്തണം? 13,0. നെക്സ്റ്റ് കോർഡിനേറ്റ് പറയുന്നത് 13,0. ഇത് എവിടെയാണ് 13 and 0 വരുന്നത്? ഇവിടെയും എക്സ് കോർഡിനേറ്റ് 0 ആണ്. എക്സ് കോർഡിനേറ്റ് 0 ആകുമ്പോൾ അത് എവിടെയായിരിക്കും വരിക? എക്സ് ആക്സിസിലായിരിക്കും കോർഡിനേറ്റിന്റെ ആ പോയിന്റിന്റെ പൊസിഷൻ വരുന്നത് എക്സ് ആക്സിസിലായിരിക്കും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. വൈ കോർഡിനേറ്റ് 0 ആകുമ്പോൾ എക്സ് ആക്സിസിലായിരിക്കും പോയിന്റ് വരിക. അതുപോലെ തന്നെ എക്സ് കോർഡിനേറ്റ് 0 ആണെങ്കിൽ പോയിന്റ് ഇവിടെ വരും, വൈ ആക്സിസിലായിരിക്കും പോയിന്റിന്റെ പൊസിഷൻ വരുന്നത്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് 13,0 ആ കോർഡിനേറ്റ് എവിടെ അടയാളപ്പെടുത്തും? 13 ഇവിടെയാണ് വരുന്നത്. എക്സ് കോർഡിനേറ്റ് ആണ് 13 വരുന്നത്. സോ 13,0 വൈ കോർഡിനേറ്റ്. ദെൻ നെക്സ്റ്റ് അടയാളപ്പെടുത്താൻ വരുന്നത് വൈ ആക്സിസിലെ കോർഡിനേറ്റ്സുകളാണ് അടയാളപ്പെടുത്താൻ വരുന്നത്. ഇവിടെ 0യും -15.
0 and minus 15 ആണ് വരുന്നത്. 0 minus 15. 0 minus 15. ഇവിടെ 0 എന്നുള്ളത് എക്സ് കോർഡിനേറ്റ് ആണ്. സോ എക്സ് കോർഡിനേറ്റ് 0 ആകുമ്പോൾ വൈ ആക്സിസ് തന്നെയാണ് വരുന്നത്. വൈ കോർഡിനേറ്റ് -15 ആണ്. അപ്പോൾ വൈ ആക്സിസിൽ -15 എവിടെയാണ് വരുന്നത്? ഈ ഒരു പോയിന്റിലാണ് വരുന്നത്. സോ -15, സോറി, കോർഡിനേറ്റ് 0, എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് -15. ഈ രീതിയിലാണ് വരുന്നത്. എക്സ് കോർഡിനേറ്റ് 0 ആണെങ്കിൽ അത് വൈ ആക്സിസിലായിരിക്കും അതിന്റെ പൊസിഷൻ വരിക. കാരണം നമ്മൾ പോയിന്റ് നോക്കുമ്പോൾ എക്സ് കോർഡിനേറ്റ് ചെയ്ത് എക്സ് ആക്സിസിലേക്കാണ് നമ്മൾ വരയ്ക്കേണ്ടത്. എക്സ് ആക്സിസിലേക്ക് ഈ ഒരു പോയിന്റിൽ നിന്നും എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ എന്താണ്? 0ലാണ് നമ്മൾ, 0 ഒറിജിനിലാണ് എത്തുന്നത്, 0 യൂണിറ്റിലാണ് എത്തുന്നത്. സോ അത് എവിടെയാണ് വരുന്നത്? വൈ ആക്സിസ് തന്നെയാണ് വരുന്നത്. സോ 0, -15. ദെൻ എവിടം വരെയാണ് അടയാളപ്പെടുത്തേണ്ടത്? 0 to 12. 0 to 12 ആണ്. ദാറ്റ് ഈസ് 0,12ലാണ് വരുന്നത്. ഇവിടെയാണ് നെക്സ്റ്റ് കോർഡിനേറ്റ് വരുന്നത് 0,12. വൈ കോർഡിനേറ്റ് 12 ആൻഡ് എക്സ് കോർഡിനേറ്റ് 0. ഇത് ഗ്രാഫിൽ രേഖപ്പെടുത്തണം. ദെൻ ഇവിടെ പറയുന്നുണ്ട് 1 യൂണിറ്റ്, ഇവിടുന്ന് ഇവിടേക്കുള്ള 1 യൂണിറ്റ് അറിയാം. ഈ ഒരു പോയിന്റിൽ നിന്നും ഇവിടേക്കുള്ള യൂണിറ്റ് 1 യൂണിറ്റ് ആണ്. ഇവിടുന്ന് ഇവിടേക്കുള്ള യൂണിറ്റ് 1 യൂണിറ്റ് ആണ്. ഇങ്ങനെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 1 യൂണിറ്റ് എന്നുള്ളത് നമ്മൾ എന്തായിട്ട് കണക്കാക്കണം? കാൽക്കുലേഷൻ നടത്തുമ്പോൾ എന്തായിട്ട് അത് കണക്കാക്കണം? 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ ആയിട്ട് നമ്മൾ എടുക്കണം. 1 യൂണിറ്റിനെ 1 സെന്റിമീറ്റർ ആയിട്ടാണ് എടുക്കേണ്ടത്. ദെൻ റൂമിന്റെ ഫിഗർ, ഈ ഒരു ഫിഗറിൽ റൂമിന്റെ ഒരു പിക്ചറും അതുപോലെ തന്നെ ഒരു ബാത്റൂമും ഈ ഗ്രാഫിൽ രേഖപ്പെടുത്തിയ രീതിയിൽ തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാഫിന്റെ ആ ഒരു സ്ട്രക്ചർ ഇല്ലാന്നേ ഉള്ളൂ. കാരണം ഇവിടെ എക്സ് ആക്സിസ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ദെൻ വൈ ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ ഒറിജിൻ O തന്നിട്ടുണ്ട്. ദെൻ ഇതിൽ എന്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്? ഇതിൽ ഒരു റൂം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ബാത്റൂം, അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഗ്രാഫിന്റെ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് റൂം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ഏതാണ് വരുന്നത്? ബാത്റൂമിന്റെ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. ദെൻ ഇതിന് റൈറ്റ് വാൾ, അതുപോലെ തന്നെ ലെഫ്റ്റ് വാൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ എക്സസൈസിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു മോഡൽ തന്നെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. First question, place Ryan's rectangular study table with 3 of its feet at the points 8, 9, 11, 9 and 11, 7. First one, where will be the fourth foot of the table be? ഇവിടെ റയാൻസ് റൂമിൽ ഒരു സ്റ്റഡി ടേബിൾ വെച്ചിട്ടുണ്ട്. ആ സ്റ്റഡി ടേബിളിന്റെ കോർഡിനേറ്റ്സ്, സ്റ്റഡി ടേബിളിന്റെ ഫൂട്ട് എവിടെയൊക്കെയാണ്? ഫൂട്ട്സ് First question, place Ryan's rectangular study table with 3 of its feet at the points 8, 9, 11, 9 and 11, 7. Where will be the fourth foot of the table? ഇവിടെ പറഞ്ഞിട്ടുള്ളത് റയാൻസ് റൂമിൽ ഒരു റെക്ടാങ്കുലർ സ്റ്റഡി ടേബിളിന്റെ പൊസിഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആ പൊസിഷനിൽ 3 ഫീറ്റ്സിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. നമ്മൾക്ക് 4ാമത്തെ ഫൂട്ടാണ്, ഫോർത്ത് ഫൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെ അത് ഈ ഒരു ഗ്രാഫിൽ അടയാളപ്പെടുത്താമെന്ന് നോക്കാം.
ഫസ്റ്റ് കോർഡിനേറ്റ് ആയിട്ട് തന്നിട്ടുള്ളത് 8 9 ആണ്. ഫസ്റ്റ് കോർഡിനേറ്റ് 8 9 ആൻഡ് സെക്കൻഡ് കോർഡിനേറ്റ് 11 9 ആൻഡ് തേർഡ് കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് 11 7 ആണ്. ഇതൊരു റെക്റ്റാങ്കുലർ ഷേപ്പ് ആണെന്നും കൂടെ തന്നിട്ടുണ്ട് ടേബിള്. സോ കോർഡിനേറ്റിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് എക്സ് കോർഡിനേറ്റ് ആയിരിക്കും. സെക്കൻഡ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് ആണ്. ഇവിടെ 8 എന്നുള്ളത് എക്സ് ആക്സിസിലെ യൂണിറ്റ് ആണ്, അതായത് എക്സ് കോർഡിനേറ്റ് ആണ്. ഇവിടെ എക്സ് ആക്സിസിൽ 8 വരുന്നത് ഈ ഒരു ലൈനിലാണ്, അതുപോലെ വൈ ആക്സിസിലെ 9 വരുന്നത് ഈ ഒരു ലൈനിലാണ്. അപ്പോൾ ഇവ തമ്മിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഈ ഒരു പോയിന്റിലാണ് വരുന്നത്. ഇവിടെയാണ് 8 9 എന്നുള്ള കോർഡിനേറ്റ് വരുന്നത്. സോ നെക്സ്റ്റ് 11,9 ആണ്. എക്സ് ആക്സിസിൽ 11 വരുന്ന ലൈൻ ഇവിടെയാണ്. ദെൻ 9 വൈ ആക്സിസിലെ 9 കോർഡിനേറ്റ് ഇവിടെയാണ് വരുന്നത്. സോ 11,9 ദെൻ വരുന്നത് 11,7 ആണ്. എക്സ് ആക്സിസിൽ 11 ആൻഡ് വൈ ആക്സിസിൽ 7 ആണ്. വൈ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് 7 ആണ്. ഈ ഒരു പൊസിഷനിലാണ് 7 വരുന്നത്. 11,7. ദെൻ 3 കോർഡിനേറ്റ്സും നമ്മൾ ഇവിടെ 3 കോർഡിനേറ്റ്സിന്റെയും പൊസിഷൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ അതായത് ഇനി നാലാമത്തെ ഫുഡിന്റെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അത് റെക്റ്റാങ്കുലർ ഷേപ്പ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏകദേശം ഈ ഒരു നാലാമത്തെ പോയിന്റ് ഇവിടെ തന്നെ ഇത് നോക്കാണ്ട് തന്നെ നമുക്ക് കോർഡിനേറ്റ്സ് നോക്കാണ്ട് തന്നെ അടയാളപ്പെടുത്താൻ പറ്റും. കാരണം 8 ഇവിടെ 8 ആയിരിക്കും ഇവിടെ ഈ ഒരു പൊസിഷന്റെ തൊട്ട് താഴെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എക്സ് കോർഡിനേറ്റും 8 തന്നെയാണ് വരുന്നുണ്ടാവുക. ദെൻ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? ഇവിടെ 7 ആണ് ഈ ഒരു ലൈൻ വരുന്നത്. അപ്പോൾ വൈ കോർഡിനേറ്റ് ഏതായിരിക്കും? 7 ആണ് വരുന്നത്. ദറ്റ് ഈസ് 8,7 ആണ് കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്നത്. ഈ ലൈൻ തമ്മിൽ നോക്കിയാൽ തന്നെ അവയുടെ പോയിന്റ്, അവയുടെ യൂണിറ്റ് എവിടെയാണെന്ന് നോക്കിയാൽ തന്നെ നമ്മൾക്ക് നാലാമത്തെ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ 8 എന്നുള്ള ലൈനിലാണ്, അതായത് എക്സ് കോർഡിനേറ്റ് ആയിട്ട് 8 വരും. ദെൻ ഇത് 7 എന്നുള്ള ലൈനിൽ 7 എന്നുള്ള ആ ഒരു കോർഡിനേറ്റ്സിലാണ് വൈ കോർഡിനേറ്റ് വരുന്നത്. ദറ്റ് ഈസ് 7. അപ്പോൾ 8,7 ഇതാണ് ഫോർത്ത് കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. ഇവ തമ്മിൽ വരച്ചാൽ ഇവിടെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് തന്നെ കിട്ടും. So fourth coordinate is 8,7. Then width of the table. Next question, is this a good spot for the table? ഇത് ആ ടേബിൾ വെക്കാൻ പറ്റിയ ഒരു ഗുഡ് സ്പോട്ട് ആണോ, ഗുഡ് പ്ലേസ് ആണോ അത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു റൂമിൽ ഈ ഒരു ഏരിയ ആണ് സ്റ്റഡി ടേബിൾ വെക്കാൻ ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളത്. കാരണം ഇവിടെ ഒരു ബെഡുണ്ട്, അതുപോലെ ഇവിടെ വരുമ്പോൾ അലമാരയുണ്ട്. ദെൻ ഇവിടെ ഒരു എൻട്രി ഉണ്ട്, അതായത് ഈ ഒരു റൂമിലേക്ക് കയറാനുള്ള ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇവിടെ ബാത്റൂമിന്റെ ഡോറാണ് തന്നിട്ടുള്ളത്. സോ ഈ ഒരു പ്ലേസ് തന്നെയാണ് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ളത്, അതായത് ആ ഒരു സ്റ്റഡി ടേബിൾ വെക്കാൻ. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. സോ തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, വാട്ട് ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ ടേബിൾ? ഈ ടേബിളിന്റെ വിഡ്ത്ത് എത്രയാണ് എന്നാണ് ചോദ്യം. ദെൻ നെക്സ്റ്റ് വരുന്നത് ലെങ്ത്, ആൻഡ് തേർഡ് ഹൈറ്റ് ഓഫ് ദ ടേബിൾ. എങ്ങനെയാണ് ഇതിൽ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നും കൂടെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് വിഡ്ത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഇതിന്റെ വിഡ്ത്ത് ആയിട്ട് വരുന്നത് ഈ റെക്റ്റാങ്കിളിൽ നമ്മൾക്ക് അറിയാം, ഇത് ലെങ്ത് ആയിട്ട് വരും, ദെൻ ഇത് ബ്രെഡ്ത്ത് ആയിട്ട് വരും, ദറ്റ് ഈസ് വിഡ്ത്ത്. സോ ഇവിടെ നിന്ന് നമ്മൾക്ക് യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ 8 യൂണിറ്റ് എന്നുള്ളത് ഇവിടുന്ന് ഇവിടേക്ക്
ഇവിടുന്ന് ഇവിടേക്കായിരിക്കും എന്തായിരിക്കും 1 യൂണിറ്റ് വരുന്നത്. ഈ ഒരു ലൈനിലേക്ക് 1 യൂണിറ്റ്, ദെൻ ഇവിടുന്ന് ഇവിടേക്ക് 2 യൂണിറ്റ്. അപ്പൊ എത്ര വരും? ഈ ഒരു പൊസിഷനിൽ നിന്നും ഇവിടേക്ക് 1 യൂണിറ്റ്, ദെൻ ഇവിടേക്ക് 2 യൂണിറ്റ്. അപ്പൊ എത്ര വരും? 2 സെന്റിമീറ്റർ. അതായത് വിഡ്ത്തായിട്ട് വരുന്നത് 2 സെന്റിമീറ്റർ. 2 യൂണിറ്റ് മീൻസ് 2 സെന്റിമീറ്റർ ആണ്. അത് അവിടെ സ്കെയിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾക്ക് ഫസ്റ്റ് സ്കെയിൽ തന്നിട്ടുണ്ടായിരുന്നു. 1 യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ടാണ് 2 യൂണിറ്റ് എന്തായിട്ട് വരുന്നത്? 2 സെന്റിമീറ്റർ ആയിട്ട് വരുന്നത്. ഒന്നുകിൽ ഈ ഒരു രീതിയിൽ കണ്ടുപിടിക്കാം, അല്ലെ എന്ത് ചെയ്യാം, ഈ കോർഡിനേറ്റ്സുകൾ തമ്മിൽ മൈനസ് ചെയ്താലും ആൻസർ കിട്ടും. 8, 9 and 8, 7. ഇവിടെ 8 എന്നുള്ള ലൈനിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനെങ്കിൽ ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് വൈ ആക്സിസിലെ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനിന്റെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എക്സ് ആക്സിസ് എന്തായിട്ട് മാറും? അതൊരു 0 ആയിട്ട് എടുക്കാൻ പറ്റും. കാരണം ഇപ്പൊ തമ്മിൽ ഈ ഒരു ലൈനിലാണ് വരുന്നത്. ഇവിടെ എക്സ് ആക്സിസിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. വൈ ആക്സിസിലെ ഡിസ്റ്റൻസ് ആണ്, വൈ ആക്സിസ് വെർട്ടിക്കൽ ലൈനിന്റെ ഡിസ്റ്റൻസ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ 9 മൈനസ് 7 ആണ് വരിക. 9 മൈനസ് 7 ഈസ് 2 ആണ്. 9 മൈനസ് 7 is equal to 2. That is 2 സെന്റിമീറ്റർ. ദെൻ ലെങ്ത് ഇവിടെ വരുന്നത് 2. ഇവിടുന്ന് ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് 1 യൂണിറ്റ് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റിലേക്ക് 2 യൂണിറ്റ് ആൻഡ് ലാസ്റ്റ് പോയിന്റിലേക്ക് 3 യൂണിറ്റ്. അപ്പോൾ എത്ര വരും? 3 സെന്റിമീറ്റർ ആയിരിക്കും ലെങ്ത് വരുന്നത്. ലെങ്ത് 3 സെന്റിമീറ്റർ ആണ്. കോർഡിനേറ്റിനെ ബേസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ 8,9 മുതൽ 11,9 വരെയുള്ള ലൈനിന്റെ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 8ഉം 11 മൈനസ് 8 കണ്ടുപിടിച്ചാൽ മതി. 11 മൈനസ് 8 is equal to 3. That is 3 സെന്റിമീറ്റർ. അപ്പോൾ ലെങ്ത് 3 സെന്റിമീറ്ററും വിഡ്ത്ത് 2 സെന്റിമീറ്ററുമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ക്യാൻ യു മേക്ക് ഔട്ട് ദ ഹൈറ്റ് ഓഫ് ദ ടേബിൾ? ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇതൊരു 2 ഡയമെൻഷണൽ ഫിഗർ ആണ്. കാരണം ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രമേ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് ഇതിൽ വരയ്ക്കാനും പറ്റുകയുള്ളൂ. ഇവിടെ ഹൈറ്റിന്റെ ഹൈറ്റ് 3 ഡയമെൻഷണൽ ഫിഗർ ആണ് തന്നിട്ടുള്ളതെങ്കിൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഇവിടെ എന്താണ് എഴുതേണ്ടത്? ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഹൈറ്റ് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുകൂടെ എഴുതി ചേർക്കണം. ഓക്കെ. If the bathroom door has a hinge at B1 and opens into the bedroom, will it hit the wardrobe? Are there any changes you would suggest if the door is made wider? ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഒരു ബാത്റൂം ഡോറ് ഈ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാത്റൂം ഡോറിന്റെ ഹിഞ്ച് B1ലാണ് നിൽക്കുന്നത്. B2 മുതൽ B1 വരെയാണ് ബാത്റൂം ഡോറിന്റെ വിഡ്ത്തായിട്ട് തന്നിട്ടുള്ളത്. B2 മുതൽ B1 വരെയുള്ള ആ ഒരു വിഡ്ത്താണ് ബാത്റൂം ഡോറിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഹിഞ്ച് നിൽക്കുന്നത് B1ലാണ്. അപ്പോൾ ഈ ഒരു ഡോറ് തുറക്കുമ്പോൾ, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ അലമാരയ്ക്ക്, ഈ വാർഡ്രോബിന് ടച്ച് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം, എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു ഡോറിന്റെ വിഡ്ത്തും തമ്മിൽ താരതമ്യം ചെയ്യും. ഈ ഒരു ഡോറിന്റെ വിഡ്ത്തും അതുപോലെ തന്നെ ഇവിടുന്ന് ഇവിടേക്കുള്ള സ്പേസ്, അതായത് ഈ ഹിഞ്ച്, ഡോറിന്റെ ഹിഞ്ച് എവിടെയാണോ നിൽക്കുന്നത് അവിടുന്ന് അലമാരയിലേക്കുള്ള ഡിസ്റ്റൻസ്, അവിടുന്നുള്ള ആ ഒരു സ്പേസും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടും? ഇത് ടച്ച് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്നില്ലോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഡോറിന്റെ ഡിസ്റ്റൻസ് ആദ്യം നോക്കുക, ഡോറിന്റെ വിഡ്ത്ത് നോക്കുക. B2 മുതൽ
B2 4 യൂണിറ്റിലാണ് നിൽക്കുന്നത്. B2 ഇവിടെ 4 യൂണിറ്റ് ആണ് B2 ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 4 to 3ലേക്ക് വരുമ്പോൾ 1 യൂണിറ്റ് ആണ് വരുന്നത്. 3 2ലേക്ക് വരുമ്പോൾ 2 യൂണിറ്റ്. ആൻഡ് B1ലേക്ക് വരുമ്പോൾ B1 ഹാഫ് ആണ് വരുന്നത്. 1ന്റെയും 2ന്റെയും ഇടയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 2.5 യൂണിറ്റ് ആണ് ബാത്റൂം ഡോറിന്റെ വിഡ്ത്തായിട്ട് വരുന്നത്. ബാത്റൂം ഡോറിന്റെ വിഡ്ത്തായിട്ട് വരുന്നത് 2.5 യൂണിറ്റ്, അതായത് 2.5 സെന്റിമീറ്റർ ആണ്. ദെൻ ഡോറ് നിൽക്കുന്ന ഡോറിന്റെ ആ ഹിഞ്ചിൽ നിന്നും അലമാര നിൽക്കുന്ന അതിന്റെ പൊസിഷൻ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കാം. ഇവിടുന്ന് ഇവിടേക്കുള്ള ലെങ്ത് എത്രയാണെന്ന് നോക്കി നോക്കാം. എത്രയായിരിക്കും? B1 മുതൽ നെക്സ്റ്റ് യൂണിറ്റ് വരെ 1 യൂണിറ്റ്, ദെൻ നെക്സ്റ്റ് അടുത്ത യൂണിറ്റിലേക്ക് 2 യൂണിറ്റ്, ദെൻ 3 യൂണിറ്റ്. അപ്പോൾ എത്രയാണ് ഇതിന്റെ ഡിസ്റ്റൻസ്? 3 സെന്റിമീറ്റർ ആണ് വരുന്നത്. 3 സെന്റിമീറ്റർ, അതായത് അലമാരയിലേക്കുള്ള ആ ഡോറിൽ നിന്നും അലമാരയിലേക്കുള്ള ഡിസ്റ്റൻസ് 3 സെന്റിമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഏതാണ് ഡിസ്റ്റൻസ് കൂടുതൽ? അലമാരയിലെ ഡോറിന്റെ ഹിഞ്ചിൽ നിന്നും അലമാരയിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡോർ തുറക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ഡോർ സെമി സർക്കിൾ വരെയായിരിക്കും ആ ഒരു ഡോറിന്റെ വിജാഗിരിയിൽ നമുക്ക് തുറക്കാൻ പറ്റുന്നത്. സോ ഇവിടുന്ന് ഇവിടേക്കാണ് ആ ഡോറിന്റെ വിഡ്ത്തെങ്കിൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് ആ ഒരു ഡോറ് തുറക്കാൻ പറ്റുന്നത്. ഈ രീതിയിലാണ് അത് തുറക്കാൻ പറ്റുക. സോ ഇവിടെ B1 ഇതാണ് വിജാഗിരി എങ്കിൽ ഇവിടുന്ന് ഇവിടേക്ക് 2.5 സെന്റിമീറ്റർ ആണ്. അതായത് ഇതിന്റെ റേഡിയസ് 2.5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് സെമി സർക്കിൾ ആയതുകൊണ്ട് തന്നെ ഇത് കറങ്ങി വരുമ്പോൾ, അതായത് ഇത് തുറന്നു വരുമ്പോൾ എവിടെയും എന്തായിരിക്കും? ഇതിന്റെ എവിടേക്കുള്ള ലെങ്ത്തും എത്രയായിരിക്കും? 2.5 സെന്റിമീറ്റർ തന്നെയാണ്. കാരണം ഇത് റേഡിയസ് 2 സർക്കിളിൽ നമ്മൾക്കറിയാം റേഡിയസ് 2.5 സെന്റിമീറ്റർ ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇവിടേക്കുള്ള ലെങ്ത്തും 2.5 സെന്റിമീറ്റർ ആണ്. ഡോർ ഇങ്ങനെ ഇവിടം വരെ തുറന്നു വന്നാലും 2.5 സെന്റിമീറ്റർ വരെയേ അത് ആ ഡോറിന്റെ ഡിസ്റ്റൻസ് ഉണ്ടാവുകയുള്ളൂ, വിജാഗിരിയിൽ നിന്നും ഉള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് 3 സെന്റിമീറ്റർ ആണ് നമ്മൾക്ക് ഈ അലമാരയിൽ നിന്നും, ഈ വിജാഗിരിയിൽ നിന്നും അലമാരയിലേക്കുള്ള ആ ഡോർ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും അലമാരയിലേക്കുള്ള ഡിസ്റ്റൻസ് 3 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ബാക്കി 1/2 സെന്റിമീറ്റർ പിന്നെയും ഇവിടെ സ്പേസ് ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ടച്ച് ചെയ്യുന്നില്ല. സോ ഇത് വാർഡ്രോബ് അലമാരയുമായിട്ട് ടച്ച് ചെയ്യുന്നില്ല എന്നാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. Then next പറയുന്നത്, are there any changes you would suggest if the door is made wider? അതായത് ഈ ഡോറ് നമ്മൾ കുറച്ചും കൂടി വലുതാക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ 2.5 ആണ് ഇപ്പോൾ വരുന്നത്, അതിൻ്റെ വിഡ്ത്ത് 2.5 ആണ്. ഇനി ഇത് കൂടുതൽ ലെങ്ത് കൂട്ടുകയാണെങ്കിൽ, വിഡ്ത്ത് കൂട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അതായത് 1/2 സെന്റിമീറ്ററിലും കൂടുതൽ ഇതിന്റെ വിഡ്ത്ത് വരികയാണെങ്കിൽ ഇത് ഓൾറെഡി ഇതിന് അലമാരയിൽ ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയെങ്കിൽ ഈ ഡോറ് നമ്മൾ ഏത് പൊസിഷനിലേക്ക് മാറ്റാം എന്നാണ്, ഏത് പൊസിഷനിൽ മാറ്റിയാൽ നമ്മൾക്ക് അത് ഈസി ആയിട്ട് തുറക്കാം, ടച്ച് ചെയ്യാണ്ട് തുറക്കാം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പൊ എങ്ങനെ വരാം? പൊസിഷനിലായിരിക്കും ഈ ഡോറ് കൂടുതലായിട്ട് ഏത് പൊസിഷനിൽ ഇത് വെക്കാമെന്ന് നോക്കാം. നമ്മൾ ഈ വിജാഗിരി ഇപ്പുറം എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതെന്തായിരിക്കും? ബെഡിനെ ടച്ച് ചെയ്യും. സോ അത് ഇവിടുന്ന് ഇവിടേക്കുള്ള പൊസിഷൻ ഈ സ്പേസ് അത്രയേ വരുന്നുള്ളൂ. സോ ഈ ഒരു ഡോറ്, ഇത് റൂമിലേക്കാണ് ഈ ഡോറ് തുറക്കുന്നത്, റൂമിലേക്കാണ്, അതായത് ഈ ഇങ്ങോട്ടേക്കാണ് തുറക്കുന്നത്. ബട്ട് നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? ഇത് ബാത്റൂമിന്റെ അകത്തേക്ക് തന്നെയാണ് തുറക്കുന്ന ഡോറെങ്കിൽ എന്തായിരിക്കും? ഈ ബാത്റൂമിന്റെ അകത്തേക്കാണ് ഈ ഡോർ തുറക്കുന്നതെങ്കിൽ ഇത് ഈസി ആയിട്ട് നമ്മൾക്ക് തുറക്കാം. വേറെ ഏതിനെയും ഇവിടെ ടച്ച് ചെയ്ത് വരാൻ ചാൻസ് കുറവാണ്. ഏതിനെയും ഇത് ഇവിടെ ടച്ച് ചെയ്യുന്നില്ല.
അടുത്തതായി വരുന്നത്, ആർ ദർ എനി ചേഞ്ചസ് യു വുഡ് സജസ്റ്റ് ഇഫ് ദ ഡോർ ഈസ് മെയ്ഡ് വൈഡർ. അതായത് ഈ ഡോർ ഇനിയും ഇതിന്റെ നീളം ഇതിന്റെ വിഡ്ത്ത് കൂട്ടുകയാണെങ്കിൽ, ഇത് കൂടുതൽ വിഡ്ത്ത്, അതായത് 2.5 സെന്റിമീറ്റർ ആണ് ഇപ്പോഴുള്ളത്, അതൊരു 3.5 സെന്റിമീറ്റർ ആക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഡോറ് തുറക്കുമ്പോൾ എന്തായിരിക്കും, അലമാരിക്ക് അത് ടച്ച് ചെയ്യും, അലമാരിക്ക് മുട്ടും, പിന്നെ അവിടെ തുറക്കാൻ പറ്റില്ല. സോ അപ്പോൾ ഏതായിരിക്കും ഇതിനെ എങ്ങനെ മാറ്റി ഈ ഡോറിനെ ഏത് പൊസിഷനിലേക്ക് വെക്കാം എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ സജസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ആ ഡോറ് എവിടേക്കാണ് തുറക്കുന്നത്? ഡോറ് റൂമിലേക്കാണ് തുറക്കുന്നത്, അതായത് ബാത്റൂമിൽ നിന്ന് ഡോറ് റൂമിലേക്കാണ് തുറക്കുന്നത്. ഈ ഒരു മാതൃകയിലാണ് ഇത് തുറന്നു വരുന്നത്, ഈ ഒരു ഡോറ്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഈ ഡോറിന്റെ ഹിഞ്ച് ഇവിടെയാണുള്ളത്. അപ്പോഴെന്ത്, ഈ ഡോറ് ബാത്റൂമിലേക്കാണ് തുറക്കുന്നതെങ്കിൽ ഇത് കൂടുതൽ എന്താ പറയാ, ഇതിന്റെ വിഡ്ത്ത് കൂട്ടിയാലും വേറെ ഒന്നും ഇവിടെ ടച്ച് ചെയ്യാനില്ല. കുറച്ചും കൂടെ നല്ല ക്യൂട്ടായിട്ട് വരുന്നത് ബാത്റൂമിലേക്ക് തുറക്കുമ്പോഴായിരിക്കും. സോ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ സബായിട്ട് വരുന്നത്. Third question, look at Ryan's bathroom. First, what are the coordinates of four corners O, F, R and P of the bathroom? ഇവിടെ ബാത്റൂമിന്റെ കോർഡിനേറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. ബാത്റൂമിന്റെ കോർണേഴ്സ് തന്നിട്ടുണ്ട്. ബാത്റൂമിന്റെ കോർണേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ബാത്റൂമിന്റെ കോർണേഴ്സ് ഓയും എഫും ആർ ആൻഡ് പി ആണ്. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് നമ്മൾക്ക് കണ്ടുപിടിക്കണം. കോർണർ ആണ് തന്നിട്ടുള്ളത് ബാത്റൂമിന്റെ, അപ്പോൾ അതിന്റെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കോർഡിനേറ്റ് ഒ അറിയാം, ഒ ഒറിജിൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒറിജിന്റെ കോർഡിനേറ്റ് എപ്പോഴും വരുന്നത് 0, 0 ആണ്. ഒറിജിനിലാണ് ഒരു കോർണർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് കോർണർ ആയിട്ട് വരുന്നത് എഫ് ആണ്. Coordinates of O is equal to 0, 0. And next, coordinates of F. Coordinates of F. ഇതിന്റെ എഫ് എന്നുള്ള പോയിന്റ് വൈ ആക്സിസിലാണ് ഉള്ളത്. എഫ് എന്നുള്ള പോയിന്റ് വൈ ആക്സിസിലാണ്. അതുകൊണ്ട് തന്നെ വൈ ആക്സിസിലാണ് എങ്കിൽ, പോയിന്റ് വൈ ആക്സിസിലാണ് ഉള്ളതെങ്കിൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ എക്സ് ആക്സിസിലാണ് പോയിന്റ് ഉള്ളതെങ്കിൽ വൈ കോർഡിനേറ്റ്സ് 0 ആയിരിക്കും. ഇവിടെ ഇത് വൈ ആക്സിസിലാണ്, അതുകൊണ്ട് തന്നെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. ദെൻ വൈ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? വൈ കോർഡിനേറ്റ്സ് ഇവിടെ ഏത് യൂണിറ്റിലാണ് എഫ് വരുന്നത്? 9 എന്നുള്ള യൂണിറ്റിലാണ്. 9ലാണ് എഫ് എന്നുള്ള പോയിന്റ്, എഫ് എന്നുള്ള കോർണർ വരുന്നത്. സോ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത് എക്സ് 0യും വൈ 9ഉമാണ്. ദെൻ നെക്സ്റ്റ് ആർ. Coordinates of R is equal to, R എന്തായിരിക്കും? Coordinates of R എന്താണെന്ന് നോക്കാം. X കോർഡിനേറ്റ്, ഇതിന് ഈ പോയിന്റിന്റെ, R എന്നുള്ള പോയിന്റിന്റെ X കോർഡിനേറ്റ് എക്സ് ആക്സിസിലേക്ക് നോക്കുമ്പോൾ, എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ എവിടെയാണ് എത്തുന്നത്? -6ലും. അതുപോലെ Y കോർഡിനേറ്റ് Y ആക്സിസിലേക്ക് നോക്കുമ്പോൾ 9ലുമാണ് എത്തുന്നത്. സോ X coordinates is -6 and Y coordinate 9. Then next വരുന്നത് കോർഡിനേറ്റ്സ് ഓഫ് പി ആണ്. പി വൈ എക്സ് ആക്സിസ് തന്നെയാണ് പി എന്നുള്ള കോർണർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സോ എക്സ് ആക്സിസിൽ ആണ് പോയിന്റ് ഉള്ളതെങ്കിൽ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. ദെൻ എക്സ് കോർഡിനേറ്റ് എക്സ് ആക്സിസിൽ ഏത് യൂണിറ്റിലാണ് ഉള്ളത്? -6ലാണ് പോയിന്റ് ഉള്ളത്. സോ -6, 0. ഇത്രയുമാണ് ഈ ബാത്റൂമിന്റെ കോർണേഴ്സിന്റെ കോർഡിനേറ്റ് ആയിട്ട് ലഭിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യനില്
Second question ആണ് നോക്കുന്നത്. What is the shape of the showering area SHWR in Ryan's bathroom? Write the coordinates of the four corners. ഇവിടെ ഷവറിംഗ് ഏരിയ, റയാൻസ് ബാത്റൂമിന് ഒരു ഷവറിംഗ് ഏരിയ ഉണ്ട്. ആ ഷവറിംഗ് ഏരിയയുടെ കോർണേഴ്സ് തന്നിട്ടുണ്ട്. കോർണേഴ്സിന്റെ നെയിം ആണ് SHWR എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഈ ഒരു ഷവറിംഗ് ഏരിയയുടെ ഫോർ കോർണറിന്റെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഇതൊരു ഫോർ സൈഡുള്ള ഒരു ഷവറിംഗ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കോർഡിലേറ്ററൽ ഷേപ്പ് ആണ്. പക്ഷെ കോർഡിലേറ്ററിൽ തന്നെ നമ്മൾക്കറിയാം റെക്ടാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, അതുപോലെ ട്രിപ്പീസിയം ഉണ്ട്. ഇതിൽ ഏതാണ് ഇതിന്റെ നെയിം എന്ന് കൂടെ പറയണം. അപ്പൊ എന്താണ് ഇത്? ഫോർ സൈഡ് ആണ്. ഫോർ സൈഡും ഡിഫറെന്റ് ലെങ്ത് ആണ്. അതുപോലെ തന്നെ ഇതിന് വേറൊരു പ്രത്യേകത ഉള്ളത്, ഇതിന്റെ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് ഇപ്പോൾ SH എന്ന സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന RW എന്ന സൈഡ് എന്താണ്? പാരലൽ ആണ്. അതായത് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോറിലേറ്ററിൽ ഏതായിരിക്കും? ട്രപ്പീസിയം ആണ്. ഇത് ട്രപ്പീസിയം ആണ്. ട്രപ്പീസിയത്തിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ 8th പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ട്രപ്പീസിയം ആണ്. നെയിം ഓഫ് ദ കോറിലേറ്റർ ഇവിടെ SHWR ആണ്. ഈ ഒരു ഷവറിംഗ് ഏരിയ ഏത് ഷേപ്പിലാണ് വരുന്നത്? ട്രപ്പീസിയം മോഡലിലാണ് വരുന്നത്. ട്രപ്പീസിയം. സോ നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? ഓരോരോ കോർണേഴ്സിന്റെയും കോർഡിനേറ്റും കൂടെ കണ്ടുപിടിക്കണം. ഇപ്പൊ കോർഡിനേറ്റ്സ് ഓഫ് എസ് എത്രയാണെന്ന് നോക്കാം. കോർഡിനേറ്റ്സ് ഓഫ് കോർണർ എസിന്റെ കോർണർ എസ് എന്നുള്ള കോർണറിന്റെ കോർഡിനേറ്റ്സ് എന്താണെന്ന് നോക്കാം. എക്സ് കോർഡിനേറ്റ്, ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എക്സ് ആക്സിസിലേക്ക് നോക്കുക. എക്സ് ആക്സിസിലേക്ക് നോക്കുമ്പോൾ ഇവിടെ വരുന്നത് -6 ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് വരുന്നത് -6ഉം വൈ കോർഡിനേറ്റ് വൈ ആക്സിസിലേക്ക് നോക്കുക. എന്തായിരിക്കും? വെർട്ടിക്കൽ ലൈൻ വൈ ആക്സിസിലേക്ക് വരുമ്പോൾ ഇത് എന്തായിരിക്കും? +6 ആണ് ഇവിടെ വരുന്നത്. +6 ആണ് കിട്ടുന്നത്. സോ y coordinates is +6, -6 and +6 ആണ് കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്നത്. Then coordinates of h ആണ് കണ്ടുപിടിക്കേണ്ടത്. എസിൽ നിന്നും എക്സ് ആക്സിസിലേക്ക് നോക്കുമ്പോൾ എന്താണ് വരുന്നത്? -3 ആണ്. -3യിലേക്കാണ് എക്സ് ആക്സിസിലേക്ക് ഇവിടുന്ന് വരയ്ക്കുമ്പോൾ എക്സ് ആക്സിസിലേക്ക് -3 എന്നുള്ള യൂണിറ്റിലാണ് വരുന്നത്. സോ എക്സ് കോർഡിനേറ്റ്സ് ഈസ് -3 ആൻഡ് വൈ കോർഡിനേറ്റ്സ് എച്ചിൽ നിന്നും വൈ ആക്സിസിലേക്ക് വരയ്ക്കുക. ദാറ്റ് ഈസ് +6 ആണ്. +6 എന്നുള്ള യൂണിറ്റിലേക്കാണ് ഇവിടുന്ന് വരയ്ക്കുമ്പോൾ ലഭിക്കുന്നത്. അതായത് ഈ ഒരു പോയിന്റിൽ നിന്നും നമ്മൾക്ക് നോക്കുമ്പോൾ തന്നെ കിട്ടും അവിടെ +6ലേക്കാണ് ഈ ഒരു പോയിന്റിന്റെ പൊസിഷൻ വരുന്നത്. സോ y coordinate is +6. Then next coordinates of W. Coordinates of W. W എന്നുള്ള പോയിന്റിൽ നിന്നും എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ എവിടെയാണ് എത്തുന്നത്? എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുമ്പോൾ -2ലാണ് ഇതിന്റെ പൊസിഷൻ നിൽക്കുന്നത്. സോ എക്സ് കോർഡിനേറ്റ്സ് ഈസ് -2 ആൻഡ് വൈ കോർഡിനേറ്റ്സ് വൈ ആക്സിസിലേക്ക് നോക്കുക. ദാറ്റ് ഈസ് 9 +9. സോ -2 and 9. Then next coordinate, last one R ആണ്. Coordinates of R എത്രയായിരിക്കും? എക്സ് ആക്സിസിലേക്ക് നോക്കുമ്പോൾ ഏതാണ് വരുന്നത്? -6. എക്സ് ആക്സിസിൽ -6 ആണ് വരുന്നത്. Then
YX 9 ആണ്. 9ലേക്കാണ് അതിന്റെ പൊസിഷൻ വരുന്നത്. സോ -6 ആൻഡ് 6,9 ഇത്രയുമാണ് കോർഡിനേറ്റ്സ് വരുന്നത്. Third question, mark of a 3 feet cross 2 feet space for the wash base and a 2 feet into 3 feet space for the toilet. Write the coordinates of the corners of these spaces. എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? 3 ഫീറ്റും 2 ഫീറ്റും, അതായത് ലെങ്ത് നമുക്ക് 3 ഫീറ്റ് ആയിട്ട് എടുക്കാം, അതായത് എക്സ് ആക്സിസിൽ 3 ഫീറ്റ് ആയിട്ടും വെർട്ടിക്കൽ വൈ ആക്സിസിൽ 2 ഫീറ്റുമായിട്ട് എടുത്ത് ഒരു വാഷ് ബേസ് ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു സ്പേസ്, വാഷ് ബേസിൽ ഒരു സ്പേസ് ആണ് ഇവിടെ കാണിക്കുന്നത്. സോ ലെങ്ത് 3 ഫീറ്റ് ആണ് വരുന്നത്. ഈ ഒരു യൂണിറ്റ് -6 എന്നുള്ള യൂണിറ്റിൽ നിന്നും -5ലേക്ക് 1 യൂണിറ്റ് ആൻഡ് -4ലേക്ക് 2 യൂണിറ്റ് ആൻഡ് -3ലേക്ക് 3 യൂണിറ്റ്. ഇതാണ്, അതായത് 3 ഫീറ്റ് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് 3 ഫീറ്റ് ആയിട്ട് എടുക്കാം. ദെൻ 3 ഫീറ്റ് ആൻഡ് ദെൻ നെക്സ്റ്റ് വരുന്നത് 2 ഫീറ്റ് ആണ് ഇതിൻ്റെ വിഡ്ത്ത്. അതായത് ഇവിടുന്ന് +1ലേക്ക് 1 ഫീറ്റ് ആൻഡ് +2ലേക്ക് 2 ഫീറ്റ്. ദാറ്റ് ഈസ് 3 ഫീറ്റ് ക്രോസ് 2 ഫീറ്റ്. ഈ ഒരു സ്പേസ് ആണ്, ഈ ഒരു റെക്റ്റാങ്കുലർ സ്പേസ് ആണ് വാഷ് ബേസിന് വരുന്നത്. ദെൻ നെക്സ്റ്റ് അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ളത് 2 ഫീറ്റ് ക്രോസ് 3 ഫീറ്റ്. ടോയ്ലറ്റിനും ഒരു സ്പേസ് പറഞ്ഞിട്ടുണ്ട്. 2 ഫീറ്റ് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് വരുന്നത്. 2 ഫീറ്റ് ആണ് ഫസ്റ്റ് വരുന്നത്. 1 യൂണിറ്റ് 2 യൂണിറ്റ്, അത് 2 ഫീറ്റ്. ദെൻ ക്രോസ് 3 ഫീറ്റ്, 1 ഇവിടുന്ന് ഇവിടേക്ക് 1 യൂണിറ്റ് ആൻഡ് ഇവിടുന്ന് ഇവിടേക്ക് 2 യൂണിറ്റ് ആൻഡ് this one next unit is 3 feet. ടോയ്ലറ്റിൻ്റെ ഏരിയ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതാണ് ടോയ്ലറ്റിൻ്റെ ഏരിയ വരുന്നത്. ടോയ്ലറ്റിൻ്റെ ഏരിയ അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ ഏരിയയുമാണ് വരുന്നത്. രണ്ടും റെക്റ്റാങ്കിൾ തന്നെയാണ്. ഇവയുടെ കോർണേഴ്സിൻ്റെ കോർഡിനേറ്റും കൂടെ കണ്ടുപിടിക്കണം. സോ ഇതിന് നമ്മൾക്കൊരു നെയിം കൊടുക്കാം. പി ക്യു ആർ. ഓൾറെഡി ആർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ പി ക്യു ആർ 1, QR1 S1 and L M N. 4 കോർണേഴ്സിന് ടോട്ടൽ 8 കോർണർ ഉണ്ട്. 8 കോർണേഴ്സിന് 7 കോർണേഴ്സിനും ഓരോ നെയിം കൊടുത്തു. ഓൾറെഡി പിക്ക് ഇവിടെ നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെയൊക്കെ കോർഡിനേറ്റ്സ് കാണാം. കോർഡിനേറ്റ്സ് ഓഫ് P. കോർഡിനേറ്റ്സ് ഓഫ് P -6 എക്സ് ആക്സിസ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് y കോർഡിനേറ്റ്സ് എന്തായിരിക്കും? y കോർഡിനേറ്റ്സ് ഈസ് 0. സോ x കോർഡിനേറ്റ്സ് -6 ആണ്. സോ പിയുടെ കോർഡിനേറ്റ്സ് -6 0. ദെൻ കോർഡിനേറ്റ്സ് ഓഫ് Q. Coordinates of Q is equal to, ഇതും എക്സ് ആക്സിസിൽ തന്നെയാണ് Q വരുന്നത്. ഇത് ഇതിൻ്റെ യൂണിറ്റ് ആയിട്ട് -3ലാണ്, എക്സ് ആക്സിസിൽ -3 എന്നുള്ള യൂണിറ്റിലാണ് വരുന്നത്. സോ -3 0. ദെൻ R1 നെക്സ്റ്റ് കോർണർ R1 ആണ്. കോർഡിനേറ്റ്സ് ഓഫ് R1 is equal to എക്സ് കോർഡിനേറ്റ്സ്. ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ എക്സ് ആക്സിസിലേക്ക് വരയ്ക്കുക. ദാറ്റ് ഈസ് -3ലാണ്.
So x coordinates is -3, y coordinates എത്രയാണ് വരുന്നത്? -2ലാണ്. 2ലാണ് അതിൻ്റെ പൊസിഷൻ കാണിക്കുന്നത്. സോ സോറി, -2 അല്ല, +2 ആണ്. y ആക്സിസിൽ +2 ആണ് വരുന്നത്. സോ 2, y coordinate is 2. Then next coordinates കണ്ടുപിടിക്കേണ്ടത് S1 ആണ്. Coordinates of S1 is equal to x1, that is x coordinate വരുന്നത് -6, then y coordinates +2. So വാഷ് ബേസിൻ്റെ ഏരിയയുടെ കോർണേഴ്സിൻ്റെ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിച്ചത്. ദെൻ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ടോയ്ലറ്റിൻ്റെ ഏരിയയുടെ കോർഡിനേറ്റ്സ് ആണ്. Next, coordinates of S1 L M N ഇതാണ് ടോയ്ലറ്റിൻ്റെ സ്പേസിൻ്റെ കോർണറായിട്ട് വരുന്നത്. സോ S1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. S1ൻ്റെ എക്സ് കോർഡിനേറ്റ് -6, y coordinates +2. Then coordinates of L. വരുന്നത് x coordinates -4 ആണ്. X coordinates is -4 and y coordinates is 2. Then next coordinates of corner M ആണ്. കോർണർ എമ്മിൻ്റെയാണ് കോർഡിനേറ്റ്സ് കാണുന്നത്. എക്സ് ആക്സിസിലേക്ക് നോക്കുമ്പോൾ -4 ആണ് വരുന്നത്. സോ എക്സ് കോർഡിനേറ്റ്സ് ഈസ് -4 ആൻഡ് വൈ ആക്സിസിൽ +5 ആണ് വൈ ആക്സിസിൽ കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ട കോർണറിൻ്റെ നെയിമാണ് എൻ. കോർഡിനേറ്റ്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എക്സ് ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് വരുന്നത് -6 ആണ്. ദെൻ വൈ കോർഡിനേറ്റ്സ് +5. ഇത്രയുമാണ് ടോയ്ലറ്റിൻ്റെ കോർണേഴ്സിൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്നത്. Fourth question, other rooms in the house. ഈ ഒരു റൂം കൂടാതെ മറ്റൊരു റൂമിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. നമ്മൾ ഓൾറെഡി റയാൻസ് ബെഡ്റൂമും അതുപോലെ തന്നെ ബാത്റൂമിനെയും കുറിച്ചുള്ള ഒരു ഐഡിയ നമ്മൾക്ക് കിട്ടി. ദെൻ അടുത്ത റൂമിനെ കുറിച്ചാണ് ഇത്, അതായത് റയാൻസ് റൂമിന് ചേർന്നിട്ടുള്ള നെക്സ്റ്റ് റൂമിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റയാൻസ് റൂം door lead from dining room, which has the length 18 feet and width 15 feet. The length of the dining room extends from the point P to point A. Sketch the dining room and mark the coordinates of its corners. ഇവിടെ പറഞ്ഞിട്ടുള്ളത് റയാൻസ് റൂമിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്യുന്നത് എവിടേക്കാണ്? ഡൈനിങ് റൂമിലേക്കാണ് ഓപ്പണിംഗ് ആയിട്ട് വരുന്നത്. റയാൻസ് റൂമിൻ്റെ ഓപ്പണിംഗ് എവിടത്തേക്കാണ്? ഡൈനിങ് റൂമിലേക്കാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. ഇതാണ് ഇതാണ് ഇവിടെ ഡോറിൻ്റെ 2 കോർണേഴ്സ് കൊടുത്തിട്ടുള്ളത്, D1ഉം R1ഉം. അപ്പോൾ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഡൈനിങ് റൂമിലേക്കാണ്. ഇവിടെയാണ് ഡൈനിങ് റൂമിൻ്റെ ഏരിയ വരുന്നത്. അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇത് ഡൈനിങ് റൂം എക്സ്റ്റെൻഡ്, ഇതിൻ്റെ ലെങ്ത്, ഡൈനിങ് റൂമിൻ്റെ ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് P മുതൽ A വരെയാണ്, A എന്നുള്ള പോയിന്റ് വരെയാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് P to
എ വരെയാണ് ഡൈനിങ് റൂമിന്റെ ലെങ്ത് ആയിട്ട് തന്നിട്ടുള്ളത്. ലെങ്ത് എത്രയാണെന്ന് അറിയാം, 18 ഫീറ്റ് ആണ്. ലെങ്ത് പറഞ്ഞിട്ടുള്ളത് 18 ഫീറ്റ് ആണ്. അതുപോലെ വിഡ്ത്ത് 15 ഫീറ്റ് ആണ്. വിഡ്ത്ത് മീൻസ് ബ്രെഡ്ത്ത് ആയിട്ട് പറയുന്നത്, റെക്ടാങ്കിൾ ആണ്. ബ്രെഡ്ത്ത് ആയിട്ട് പറയുന്നത് 15 ഫീറ്റ് ആണ്. സോ ഇതെങ്ങനെ ഇതിന് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ വരയ്ക്കാം. 15 ഫീറ്റ്. റെക്ടാങ്കിൾ ഷേപ്പിലാണ്. ഇവിടെ എ എന്നുള്ള കോർണറിൽ നിന്നും നെക്സ്റ്റ് കോർണറിലേക്ക് വരയ്ക്കാം. Then length 18 feet and width 15 feet. ഓൾറെഡി 2 കോർണേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്, പിയും എയും. ഇതിന് തുടർച്ചയായിട്ട് വരുന്ന കോർണറാണ് അടയാളപ്പെടുത്താം ഡി ആൻഡ് ഇ. ഇപ്പോഴെന്താണ് കണ്ടുപിടിക്കേണ്ടത്? സ്കെച്ച് ദ ഡൈനിങ് റൂം ആൻഡ് മാർക്ക് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ കോർണേഴ്സ്. അതായത് ഒരു ഡൈനിങ് റൂം ഗ്രാഫിൽ വരയ്ക്കുക. ദെൻ എന്ത് ചെയ്യണം? അവയുടെ കോർണേഴ്സ് അടയാളപ്പെടുത്തി അതിന്റെ കോർഡിനേറ്റ് കൂടെ കണ്ടുപിടിക്കണം. ഇവിടെ പി എന്നുള്ള കോർണർ -6 അതായത് എക്സ് ആക്സിസിലാണ് ഈ ഒരു വാൾ വരുന്നത്. അതായത് ഡൈനിങ് റൂമിന്റെ ഒരു വാൾ വരുന്നത് എക്സ് ആക്സിസിലാണ്. ആ എക്സ് ആക്സിസിൽ പി എന്നുള്ള പോയിന്റ് മുതൽ എ വരെയാണ് ആ വാളിന്റെ ലെങ്ത് ആയിട്ട് പറയുന്നത്. സോ അത് പി എന്നുള്ള പോയിന്റ് എക്സ് ആക്സിൽ -6 അപ്പൊ ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസുമാണ്. അപ്പൊ പി എന്നുള്ള പോയിന്റ് -6 എക്സ് ആക്സിസിലെ -6 അതുകൊണ്ട് ഇവിടെ നമ്മൾക്ക് പി -6 അടയാളപ്പെടുത്താം. ദെൻ അതുപോലെ തന്നെ എ എന്നുള്ള പോയിന്റ് എവിടെയാണ് വരുന്നത്? എ എന്നുള്ള കോർണർ വരുന്നത് 12 എക്സ് ആക്സിസിലെ 12 എന്നുള്ള യൂണിറ്റിലാണ് വരുന്നത്. സോ 12 എന്നുള്ള യൂണിറ്റിൽ എ എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡി എന്നുള്ള പോയിന്റ് ആണ്. ഡി എന്നുള്ള പോയിന്റ് പി എന്നുള്ള പോയിന്റിൽ നിന്നും പി എന്നുള്ള കോർണറിൽ നിന്നും 15 യൂണിറ്റ് ഡിസ്റ്റൻസിലാണ് വരുന്നത്. അപ്പൊ പി എന്നുള്ള പോയിന്റ് -6 അപ്പൊ അവിടുന്ന് 15 യൂണിറ്റ് ഡൗൺവേർഡിലേക്കാണ് രേഖപ്പെടുത്തേണ്ടത്, താഴേക്കാണ്, അതായത് 3rd ക്വാഡ്രന്റിലേക്കാണ് അടയാളപ്പെടുത്തേണ്ടത്. സോ -6 15 യൂണിറ്റ് ഡൗൺവേർഡിലേക്കാണ് വരുന്നത്. ഇവിടെയാണ് -15. അപ്പോൾ എന്താ വരിക? -15 ആണ് വരുന്നത്. സോ ഡി ഈസ് -15 -15 വൈ ആക്സിസില് -15 ഡി വരിക. കാരണം നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഈ ഒരു യൂണിറ്റിലാണ് ഡി രേഖപ്പെടുത്തിയിട്ടുള്ളത്. സോ നെക്സ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് ഇ എന്നുള്ള കോർണർ ആണ്. അപ്പൊ ഇ എന്നുള്ള കോർണർ മാർക്ക് ചെയ്യേണ്ടതും എ എന്നുള്ള കോർണറിൽ നിന്നും 15 യൂണിറ്റ് താഴേക്കാണ്, ഡൗൺവേർഡിലേക്കാണ്. സോ എ ഇവിടെ 12 അതുകൊണ്ട് തന്നെ 12 എന്നുള്ള പോയിന്റിന്റെ നേരെ താഴെ 15 യൂണിറ്റ് ഡിസ്റ്റൻസിൽ ഇ എന്നുള്ള കോർണർ അടയാളപ്പെടുത്താം. ഈ രീതിയിലാണ് അടയാളപ്പെടുത്തേണ്ടത്. ദെൻ ഇവ തമ്മിൽ യോജിപ്പിക്കുക. PD then PE. നെക്സ്റ്റ് AE. ഇപ്പൊ കോർണർ കിട്ടി PAED. ദെൻ ഇവയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഇവയുടെ കോർഡിനേറ്റ്സ് എന്താണെന്ന് കൂടെ കണ്ടുപിടിക്കണം.
കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് എക്സ് ആക്സിസ് തന്നെയാണ് പി, അതുകൊണ്ട് തന്നെ y 0 ആയിരിക്കും. y കോർഡിനേറ്റ് 0 ആണ്. പി എക്സ് കോർഡിനേറ്റ് -6 പി ഉള്ളത്. സോ -6 0. Coordinates of P is -6, 0. Then coordinates of A. A എന്നുള്ള പോയിന്റും എക്സ് ആക്സിസിലാണ്. 12 എക്സ് ആക്സിസിലെ 12 എന്നുള്ള പോയിന്റിലാണ്. സോ എക്സ് കോർഡിനേറ്റ്സ് 12 ആണ് വരിക. Then എക്സ് ആക്സിസിലായോണ്ട് y കോർഡിനേറ്റ് 0 ആണ് വരിക. സോ 12, 0. Then E ആണ്. E എന്നുള്ള കോർണറിന്റെ കോർഡിനേറ്റ്സ് എന്താണെന്ന് നോക്കാം. എക്സ് കോർഡിനേറ്റ് എക്സ് ആക്സിസിലേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും 12 ആണ്. Then y ആക്സിസിലേക്ക് നോക്കുക, ദാറ്റ് ഈസ് -15 ആണ്. -15 ആണ്. Then നെക്സ്റ്റ് പറയുന്നത് ഡി എന്നുള്ള കോർണർ ആണ്. ഡി എന്നുള്ള കോർണറിലും എക്സ് കോർഡിനേറ്റ് ഏതാണ് വരുന്നത്? എക്സ് കോർഡിനേറ്റ് എക്സ് ആക്സിസിലേക്ക് നോക്കുമ്പോൾ -6 ആൻഡ് y കോർഡിനേറ്റ് -15, -15. ഇത്രയുമാണ് ഡൈനിങ് റൂമിന്റെ കോർണറും അവയുടെ കോർഡിനേറ്റ്സും. ഇങ്ങനെയാണ് അത് ഗ്രാഫിലേക്ക്, ഈ ഒരു ഔട്ട്ലൈൻ ആണ് ഗ്രാഫിലേക്ക് വരയ്ക്കേണ്ടത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Place a rectangular 5 feet, 3 feet dining table preciously in the center of dining room. Write down the coordinates of the feet of the table. ഇനി ഡൈനിങ് റൂമിൽ തന്നെ നമ്മൾക്ക് ഒരു ഡൈനിങ് ടേബിൾ വരക്കണം. ഡൈനിങ് ടേബിൾ പ്ലേസ് ചെയ്യണം. അതിന്റെ ലെങ്ത് പറഞ്ഞിട്ടുള്ളത്, ലെങ്ത് വരുന്നത് 5 feet-ഉം അതുപോലെ തന്നെ ബ്രെഡ്ത്ത് ആയിട്ട് വരുന്നത് 3 feet-ഉമാണ്. ഈ ഒരു ആകൃതിയിലുള്ള റെക്ടാങ്കുലർ ഷേപ്പാണ്. ആ റെക്ടാങ്കുലർ ഷേപ്പുള്ള ഒരു ടേബിൾ എങ്ങനെ ഇതിന്റെ സെന്ററിൽ വെക്കാം എന്നാണ് പറയുന്നത്. ഡൈനിങ് റൂമിന്റെ സെന്ററിലാണ് റെക്ടാങ്കുലർ ടേബിൾ വരുന്നത്. എങ്ങനെയാണ് നമ്മൾക്ക് അത് അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇത് വരക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതാണ് ഡൈനിങ് ഏരിയ, ഡൈനിങ് റൂമായിട്ട്, ഡൈനിങ് റൂമിന്റെ ഷേപ്പായിട്ട് നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കണം. സെന്റർ കണ്ടുപിടിച്ചാൽ മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ? അതിന്റെ ആ പൊസിഷൻ കിട്ടുകയുള്ളൂ. കാരണം സെന്ററിലാണ് ഇത് വെക്കേണ്ടത്. സോ നമ്മൾക്കറിയാം ഇതൊരു റെക്ടാങ്കിൾ ആണ്. റെക്ടാങ്കിളിന്റെ ഡയഗണൽ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡയഗണൽസ്, 2 ഡയഗണൽസ് വരയ്ക്കുകയാണെങ്കിൽ അവ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ആ റെക്ടാങ്കിളിന്റെ സെന്റർ ആയിട്ട് വരുന്നത്. സോ ഈ ഒരു പോയിന്റിൽ നിന്നും ഡിയിൽ നിന്നും എയിലേക്ക് ഒരു ഡയഗണൽ വരക്കുക. അതുപോലെ തന്നെ പി എന്നുള്ള പോയിന്റ് കോർണറിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് ആയ ഇ എന്നുള്ള കോർണറിലേക്ക് ഒരു ഡയഗണൽ വരയ്ക്കുമ്പോൾ ലഭിക്കുന്ന ആ ഒരു ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിന്റെ അവിടെയാണ് ഈ ഒരു ഇതിന്റെ സെന്റർ ആയിട്ട് വരുന്നത്. ഈ 2 ഡയഗണലും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ആണ് ഇതിന്റെ സെന്റർ ആയിട്ട് വരുന്നത്. അതായത് ഈ ഒരു റെക്ടാങ്കിളിന്റെ സെന്റർ, ഈ ഒരു ഡൈനിങ് റൂമിന്റെ, ഇത് നമ്മൾ ഡൈനിങ് റൂം ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡൈനിങ് റൂമിന്റെ സെന്റർ വരുന്ന ആ ഒരു പോയിന്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ഈ പോയിന്റിൽ നിന്നും എക്സ് ആക്സിസിലേക്ക് നോക്കുമ്പോൾ കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്നത്, ഇതിന്റെ പോയിന്റ്, ഇതിന്റെ സെന്റർ ആയിട്ട് വരുന്നത്, സെന്റർ ഓഫ് ഡൈനിങ് റൂം വരുന്നത്, അതിന്റെ കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്നത് 3, എക്സ് ആക്സിസിലുള്ള 3-യും അതുപോലെ തന്നെ 3-യും ദെൻ വരുന്നത് y ആക്സിസിൽ നോക്കുക. y ആക്സിസിൽ ഇവിടെ -7 ആണ്. -7-നും -8-നും ഇടയിലാണ് ഈ ഒരു പോയിന്റിന്റെ പൊസിഷൻ വരുന്നത്. -7-ന്റെയും -8-ന്റെയും ഇടയിൽ, അതായത് -7.5. ഇതാണ് ഈ ഒരു സെന്ററിന്റെ
കോർഡിനേറ്റ്സ് ആയിട്ട് വരുന്നത് 3ഉം -7.5ഉമാണ് വരുന്നത്. ഇത് ഈ പിക്ചർ ഇങ്ങനെ ഡയഗണൽ വരച്ചിട്ട് തന്നെ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ല എങ്കിൽ എന്ത് ചെയ്താൽ മതി, മിഡ് പോയിന്റ് കണ്ടാൽ മതി. മിഡ് പോയിന്റ് എക്സ് ആക്സിസിലെ ലെങ്ത്തിന്റെ മിഡ് പോയിന്റും അതുപോലെ തന്നെ ബ്രെഡ്ത്തിന്റെ മിഡ് പോയിന്റും കണ്ടാൽ എന്ത് കിട്ടും, ഈ ഇതേ ഡിസ്റ്റൻസ് ഇതേ സെന്റർ നമ്മൾക്ക് ഇത് അത് വെച്ചിട്ട് നമ്മൾക്ക് സെന്റർ ഇവിടെ കണ്ടുപിടിക്കാം. ഡയഗണൽ വരക്കണമെന്നില്ല. സോ മിഡ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം, ലെങ്ത് ഇവിടെ വരുന്നത് 12 ആൻഡ് -6 ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഡിസ്റ്റൻസ് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ രണ്ട് പോയിന്റും തമ്മിൽ ആഡ് ചെയ്യുക. ദെൻ എന്ത് ചെയ്താൽ മതി, അവയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ 12 -6 + 12 ഡിവൈഡഡ് ബൈ 2 -6 + 12. 6 + 12 എത്രയായിരിക്കും, 6 ആണ്. -6 + 12 that is 12 - 6 is 6. ഇവിടെ പോസിറ്റീവ് ആണ്, 12 പോസിറ്റീവ് നമ്പർ ആണ്, ഇത് 12 ആണ് ലാർജ് നമ്പർ. സോ 6 then divided by 2 that is 3. അപ്പൊ മിഡ് പോയിന്റ് വന്നത് 3 ആണ്. ലെങ്ത്തിന്റെ മിഡ് പോയിന്റ് 3 ആണ് വന്നത്. ഇവിടെയാണ് 3 ഉള്ളത്. അതിന്റെ നേരത്തെ താഴെ തന്നെയാണ് സെന്റർ വരുന്നത്. അതുപോലെ തന്നെ ബ്രെഡ്ത്തിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. 15 feet, 18 feet. -6 ഇവിടെ എക്സ് ആക്സിസ് രണ്ടും സെയിം എക്സ് ആക്സിസ് -6 തന്നെയാണ്. അതുകൊണ്ട് ഇവ തമ്മിൽ ഇവ ക്യാൻസൽ ആയി പോവും. ബാക്കിയുള്ള 0ഉം -15ഉമാണ് ആഡ് ചെയ്യേണ്ടത്. സോ -15 ഡിവൈഡഡ് ബൈ 2 ആണ് വരിക. ദാറ്റ് ഈസ് -7.5. അപ്പോൾ അതന്നെയാണ് നമ്മൾക്ക് ഈ ഒരു ഡയഗണൽ വരക്കുമ്പോഴും കിട്ടുന്നത്. 3ഉം -7.5ഉം തന്നെയാണ് കിട്ടുന്നത്. ഇത് ഇവിടെ 7.5. സോ ഇതാണ് സെന്റർ ആയിട്ട് വന്നത്. പിന്നെ എന്ത് നമ്മൾക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, ഡൈനിങ് ടേബിളിന്റെ ഡൈനിങ് ടേബിളിന്റെ എന്ത് തന്നിട്ടുണ്ട്, ലെങ്ത്തും അതുപോലെ തന്നെ വിഡ്ത്തും തന്നിട്ടുണ്ട്. 5 ഫീറ്റും 3 ഫീറ്റും. അപ്പോൾ ഡൈനിങ് ടേബിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ലെങ്ത് 5 ഫീറ്റും അതുപോലെ തന്നെ 3 ഫീറ്റ് വിഡ്ത്തായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സെന്റർ നമ്മൾ കണ്ടുപിടിക്കണം. കാരണം ഇത് സെന്ററിൽ, ഈ ഡൈനിങ് ടേബിൾ ഇവിടെ സെന്ററിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതിന്റെയും സെന്റർ കണ്ടുപിടിച്ചാൽ മാത്രമേ ഇത് സെന്ററിൽ കൊണ്ട് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സെന്റർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആദ്യം 3ന്റെ സെന്റർ കണ്ടുപിടിക്കണം. ദെൻ അതുപോലെ തന്നെ 5 എന്നുള്ളതിന്റെ സെന്റർ കണ്ടുപിടിക്കണം. സോ 5ന്റെ സെന്റർ ആയിട്ട് വരുന്നത്, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള സെന്റർ എത്രയായിരിക്കും വരുന്നത്, 5നെ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ മിഡ് പോയിന്റ് വരുന്നത് 2.5ഉം ദെൻ 3ന്റെ മിഡ് പോയിന്റ് വരുന്നത് 1.5ഉമാണ്. സോ ഇതിന്റെ സെന്റർ, ഈ ഒരു സെന്ററിലായിരിക്കും ടേബിളിന്റെ സെന്ററും വരിക. അപ്പൊ ഇവിടുന്ന് 2.5 ഇവിടേക്കാണ് വരിക. കാരണം ലെങ്ത് ആണ്. 2.5 ഇവിടേക്ക് വരുമ്പോൾ എവിടെയാണ് വരിക, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള 1 യൂണിറ്റ്, 2 യൂണിറ്റ് ആൻഡ് ഹാഫ്. ഇതാണ് ലെങ്ത് ആയിട്ട് വരുന്നത്. അതുപോലെ ഇവിടുന്ന് ഇവിടേക്ക് 1, 2 ആൻഡ് ഹാഫ്. ഇതാണ് ടേബിളിന്റെ ലെങ്ത് വരിക. അതുപോലെ തന്നെ ഇതിന്റെ ബ്രെഡ്ത്ത് വരുന്നത് 1.5 ആണ്. 1.5 ആണ് ബ്രെഡ്ത്ത് ആയിട്ട് വരുന്നത്. സോ 1.5 ഇവിടുന്ന് ഇവിടത്തേക്ക് 0.5ഉം ദെൻ 1 യൂണിറ്റും. അപ്പൊ ഇവ തമ്മിൽ ഈ രീതിയിലാണ് ടേബിൾ വരിക.
5 ഫീറ്റും 3 ഫീറ്റുമാണ് വരുന്നത്. നോക്കാം 5 ഫീറ്റ് ഉണ്ടോ എന്ന് സംശയം ഉണ്ടെങ്കിൽ നോക്കാം. ഇവിടെ നിന്ന് ഹാഫും ഈ ഒരു ഹാഫും 1 ആയി. പിന്നെ 2, 3, 4, 5. ദെൻ ഇവിടെ 3 ഫീറ്റ് ആണ് വരുന്നത്. 1, 2, 3. അപ്പൊ സെയിം തന്നെയാണ്, ഇതേ രീതിയിൽ തന്നെയാണ്, കറക്റ്റ് ആയിട്ടാണ് നമ്മൾക്ക് ഈ ഒരു ടേബിൾ ഇവിടെ വന്നിട്ടുള്ളത്. സോ 5 ഫീറ്റ് ആൻഡ് 3 ഫീറ്റ്. അതായത് ഇവിടുന്ന് ഇവിടേക്ക് വരുന്നത് ലെങ്ത് ആണ്. അപ്പോൾ ലെങ്ത്തിന്റെ ഹാഫ് ഇവിടെ ഈ സെന്ററിൽ നിന്നും 2.5 ഇപ്പുറത്തേക്കും എടുത്തു, 2.5 ഈ ഭാഗത്തേക്കും എടുത്തു. അതുപോലെ വിഡ്ത്തിന്റെ ഹാഫ് 3 ഫീറ്റ് ആണ്. അതുകൊണ്ട് 3 സെന്ററിൽ നിന്നും 1.5 താഴേക്കും 1.5 മുകളിലേക്കും കൗണ്ട് ചെയ്തു. അങ്ങനെയാണ് നമ്മളിവിടെ ഈ ഒരു റെക്ടാങ്കിൾ വരച്ചത്. സോ ദിസ് ഈസ് 5 ഫീറ്റ് ആൻഡ് 3 ഫീറ്റ് ഡൈനിങ് ടേബിൾ. ഈ രീതിയിൽ നമ്മൾക്ക് വരയ്ക്കാൻ പറ്റും. Then എന്തുകൂടെ കണ്ടുപിടിക്കണം? Write down the coordinates of the feet of the table. ഈ ടേബിളിന്റെ ഫീറ്റ്, അതായത് ടേബിളിന്റെ കാലിന്റെ ഒരു 4 ഫീറ്റ് ആയിരിക്കും. 4 ഫീറ്റ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ 4 ഫീറ്റിന്റെയും എന്ത് കണ്ടുപിടിക്കണം? കോർഡിനേറ്റ്സും കൂടെ കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. സോ ഇതിന് നമ്മൾക്ക് നെയിം കൊടുക്കാം. OP Q R. ഈ ഒരു നെയിം കൊടുക്കാം. സോ എന്നിട്ട് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? കോർഡിനേറ്റ്സും കൂടെ കണ്ടുപിടിക്കണം. കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? O എന്നുള്ള കോർണറിന്റെ കോർഡിനേറ്റ്സ് നോക്കാം. കോർഡിനേറ്റ്സ് ഓഫ് O എക്സ് ആക്സിസിൽ, ഈ ഒരു പോയിന്റ് എക്സ് ആക്സിസിലേക്ക് നോക്കുക. ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്നും എക്സ് ആക്സിസിലേക്ക് നോക്കുമ്പോൾ 0ന്റെയും 1ന്റെയും ഇടയിലാണ് വരുന്നത്. ദാറ്റ് ഈസ് 0.5 ആയിരിക്കും. അതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് ഈസ് 0.5 ആൻഡ് വൈ കോർഡിനേറ്റ്സ്, വൈ ആക്സിസിലേക്ക് നോക്കുക. 9 ആണ് വരുന്നത്. നോട്ട് 9, -9 ആണ് വരുന്നത്. സോ വൈ കോർഡിനേറ്റ്സ് ഈസ് -9. നെക്സ്റ്റ് കോർഡിനേറ്റ്സ് ഓഫ് P, coordinates of P is equal to x axis. X coordinate x axisലേക്ക് നോക്കുക. 5ന്റെയും 6ന്റെയും മിഡിലാണ് വരുന്നത്. 5ന്റെയും 6ന്റെയും മിഡിലായിട്ടാണ് വരിക. That is 5.5. Then y ആക്സിസിലേക്ക് നോക്കുമ്പോൾ -9ലാണ് വരുന്നത്. So -9. Then coordinates of Q. Coordinates of Q. X coordinate വരുന്നത് x coordinate 5ന്റെയും 6ന്റെയും ഇടയിൽ ഹാഫിലാണ്, രണ്ടിന്റെയും ഇടയിൽ സെന്ററിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് 5.5 ആണ്. 5.5, then y axisൽ -6ലാണ് വരുന്നത്. So -6. Then last one, coordinates of R. X coordinate x axisൽ പോയിന്റ് 5ലാണ്, 0ന്റെയും 1ന്റെയും ഇടയിലാണ് വരുന്നത്. That is 0.5, y axis y coordinate -6. ഇത്രയുമാണ് കോർണേഴ്സിന്റെ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതൊരു വലിയൊരു കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഇതിന്റെ ആൻസർ മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ദെൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ അടുത്ത വീഡിയോയുമായി, അടുത്ത എക്സസൈസ് പാർട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.